സുട്ടുമണി എത്തിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് സുട്ടുമണീനെ കൊണ്ടൊരു യാത്ര പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് ഈ യാത്ര പോകുന്നത്. ഒരേ സമയം സന്തോഷവും സങ്കടവും ഒക്കെ ഞങ്ങൾക്ക് സമ്മാനിച്ചൊരു യാത്രയാണ് കേട്ടോ. അടുത്ത കുറച്ച് നാളത്തേക്ക് ഞാനും അമ്മൂസും ജീവിതത്തിൽ ആദ്യമായിട്ട് സെപ്പറേറ്റ് ആവുകയാണ്. അപ്പോൾ ധാരാളം പേരുടെ വിമർശനങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇടയായി കേട്ടോ. അപ്പോൾ അതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഈ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കുറച്ച് ലെങ്ത് ഉണ്ടാവും, കാരണം ഇതിൻ്റെ ഫുൾ കണ്ടൻറ്റ് നമുക്ക് ഈ വീഡിയോയിലോട്ട് എത്തിക്കണമെങ്കിൽ ഈ ഒരു ദൈർഘ്യം ആവശ്യമാണ്. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണുക. ധാരാളം പേർക്ക് ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. എവിടെ നിക്കണേ? എവിടെ വന്നു നമ്മൾ എവിടെ ഇപ്പൊ നിക്കണേ? നാളെ തൊട്ട് ഞങ്ങൾ കുളിക്കും ഗൈസ്. നാളെ മുതൽ ഞങ്ങൾ കുളിക്കും. അങ്ങനെ നമ്മുടെ അമ്മുക്കുട്ടിയുടെയും നമ്മുടെ സുട്ടുമണിയുടെയും പ്രസവാനന്തര ശുശ്രൂഷക്കൊക്കെ ആയിട്ട് നമ്മളൊരു ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തുള്ള പാലായിലാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം. ഇവിടെ കയറിയപ്പോഴത്തേക്കും തന്നെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. നല്ല രസം, നല്ല പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു പിച്ചുള്ള ഗ്ലാസ്സിൽ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായി. സത്യം കിട്ടും അല്ലേ? ഗ്യാസുകളെ വേണോ? ചുറ്റുമണിയുടെ രാവിലെ ഞങ്ങൾ ചുട്ടുകുട്ട പോകുന്നതാണ്. അപ്പൊ ചുട്ടു ക്ഷീണിതനായി ഗൈസ്. അതെ, രാവിലെ ഒരു 3 മണിക്കൂറത്തെ 4 മണിക്കൂർ ട്രെയിനിൽ തന്നെയായിരുന്നു. അപ്പൊ അത് കാരണം ഇതിനേക്കാൾ ബുദ്ധിമുട്ടായത്. അത് ഈ ട്രെയിൻ ആയതുകൊണ്ടാണ് പിന്നെയും കുറച്ചും കൂടെ നമ്മള് ഡയപ്പറില്ലാത്തൊക്കെ ആള് ചളം കുളവാക്കി ഇവിടെ എത്തിയപ്പോഴത്തേക്കും കരച്ചിലും പിഴിച്ചിലും ആയിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടാ കരഞ്ഞത്. സാധാരണ വീട്ടിട്ടുണ്ടെങ്കിൽ ബഹളം ഉണ്ടാക്കേണ്ടതാണ്. പക്ഷെ അവൻ കറക്റ്റ് സ്ഥാനത്ത് എത്തിയപ്പോഴാണ് കരഞ്ഞത്. ബഹളം വയ്ക്കാൻ തുടങ്ങിയത്. കാരണം ഞങ്ങൾക്കും ഇവിടുത്തെ പുറത്തുള്ള സീനൊക്കെ കാണിച്ചു തരാൻ കഴിയും. നല്ല അടിപൊളിയാണ്. ഉള്ളോട്ട് കയറുമ്പോ തന്നെ നമ്മളെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആകും. നല്ല രസം. AC ഇട്ടിട്ടില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല കൂളിംഗ് ആണ്. അതേ തടിയൊക്കെ ഭയങ്കര തടിയാണ് ഫുള്ള്. നമ്മുടെ ചുറ്റുമണ്ണിനെ കിടത്താനായിട്ട് അതെ. അപ്പൊ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ നല്ല ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കാം. അപ്പോൾ ഇതേപോലെ പ്രസവിച്ച് ഇരിക്കുന്നവർക്ക് ഇതേപോലെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വരും വീഡിയോസിൽ നമ്മുടെ ഷോർട്സിലൂടെ ഒക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടുത്തെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടിട്ട് അല്ലേ വരാം. ഒരു ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഇമേജ് ഇവിടെ വന്നപ്പോൾ മാറിപ്പോയി കേട്ടോ. കാരണം അതിനു വേണ്ടി നല്ലൊരു ഹോംലി ഫീലാണ് നമുക്കിവിടെ കിട്ടിയത്. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അമ്മൂസിനെയും കുഞ്ഞുവാവിനെയും ഇതേപോലെ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്താക്കിയിട്ടാണ് ഞാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് കേട്ടോ. ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇനി വരുന്ന 14 ദിവസത്തേക്ക് ചുട്ടുമണിയും എൻ്റെ സഹധർമ്മിണിയും എൻ്റെ ഒപ്പം ഇല്ല. ഞാൻ ഒറ്റക്കായിരിക്കും. ഞാൻ സഹിക്കൂടി. അപ്പം ഇനി അടുത്ത 2 ആഴ്ചത്തേക്ക് അമ്മയും കൊച്ചും ഇവിടെ ആയിരിക്കും, ഞാൻ വീട്ടിലുമായിരിക്കും. സങ്കടമുണ്ട്. എന്താണിത്? കരയണം. അയ്യോ കരയണ്ട. ആവശ്യമുള്ള കാര്യമില്ലേ? എന്നെ കൊണ്ടുവിടാൻ പിന്നെ ആളെ നോക്കി. ഞാൻ പൊക്കോട്ടെ. ടാറ്റ ടാറ്റ. പോയിട്ട് വരാം. അങ്ങനെ ഒരാഴ്ച കടന്നു പോയിരിക്കണം കേട്ടോ ഗൈസ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആദ്യത്തെ ദിവസം തന്നെ. കാരണം അമ്മൂസും കുഞ്ഞുവാവി ഇല്ലാത്ത ആ ദിവസങ്ങൾ എങ്ങനെ കഴിഞ്ഞു പോയെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ അത്രയ്ക്ക് തിടുക്കത്തിലാണ് ഇപ്പോൾ അമ്മൂസിൻ്റെയും കുഞ്ഞുവാൻ്റെ അടുത്തോട്ട് വരുന്നത് കേട്ടോ. എനിക്ക് എങ്ങനെയെങ്കിലും അവനെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അച്ഛനെ മറന്നാ നീ ഇത്ര നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും? അച്ഛനെ മറന്നാ? ആഹാ, നമ്മുടെ ആള് വന്നിട്ടുണ്ട്. എവിടെയായിരുന്നു? ഞാൻ വന്നപ്പോൾ സുട്ടുമണിനെ മാത്രമേ കണ്ടുള്ളൂ. നമ്മുടെ അമ്മുക്കുഞ്ഞ് കുളിക്കാനും തീരുമാനമൊക്കെ ആയിട്ട് പോയിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ആളെത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സുന്ദരിയായിട്ടുണ്ട് ഇല്ലേ? ഇച്ചിരി സുന്ദരിയായിട്ടില്ലേ? ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും നാളെ ഞങ്ങൾ മാറിയിരിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട്.
2.5 വർഷത്തെ കല്യാണ ജീവിതത്തിന്റെ ഇടയ്ക്ക് ഒരാഴ്ച തമിഴ് മാറിയിരിക്കണ ആദ്യമായിട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഗൈസ്. അറിയണ്ട അവൻ സുന്ദരമായിട്ട് കിടന്ന് ഉറങ്ങാണ് സുമ്മാനി. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങുവാണ്. എടാ എടാ ശുംഭ എടാ ശുണ്ടേ, നിനക്ക് അറിയാമോ ഞാൻ ആരാണെന്ന് അറിയാമോ? നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നീ എന്താ മൈൻഡാത്ത? പിന്നെ നീ എന്താ മൈൻഡാത്ത? ഇവിടെ നിന്റെ ഷണ്ടിയാണ്, നിന്റെ തൊണ്ട കരച്ചിലായിരുന്നു. കരച്ചിലാ കുളിപ്പിക്കുമ്പോ ഞാൻ കടിച്ചു തിന്നട്ടെ, ഇടിച്ചു കൊല്ലു ഞാൻ എന്നെ. പൊന്നാലിയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ സുട്ടുമണിനെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകാൻ കേട്ടത്. കുളിയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ ആള് ചെറുതായിട്ട് ബഹളമൊക്കെ തുടങ്ങി. എന്താ മുഖമൊക്കെ പൊത്തി കിടക്കണ നീ? കുളിക്കണ്ടടി നമുക്ക് പോവാം, കുളിക്കാൻ പോവാം, നമുക്ക് കുളിക്കാൻ പോവാം. മിക്കവാറും ബഹളമായിരിക്കും. നടക്ക് പോയേക്കാം. ഇത് കുളിപ്പിച്ച് കഴിയുമ്പോ കൊച്ചിന്റെ മേത്തൊക്കെ ഇടണം. തോർത്തണം. ഓക്കെ. അപ്പൊ ഞങ്ങൾ പോവാണ്. ഓട്ടെ, നടക്കൂ നടക്കൂ. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് 2 ആഴ്ചക്ക് ശേഷമാണ് നമ്മൾ സുട്ടുവിനെ കുളിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ അപർണയാണ് നമ്മുടെ സുട്ടുവിനെ കുളിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ സുട്ടു ആണെങ്കിൽ കുളിപ്പിക്കുമ്പോൾ ഒക്കെ നല്ല കരച്ചിലുമാണ്. ആദ്യമൊക്കെ സുട്ടുവിൻ്റെ കൂടെ ഞാനും കരയുമായിരുന്നു കേട്ടോ. പിന്നെ അവൻ കുളിക്കുന്ന സമയത്തൊക്കെയും ഞാൻ അവനോട് സംസാരിച്ചും കളിച്ചും കൂടെ നിൽക്കും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലെത്തി. ഇത്ര നേരം ബഹളം ഉണ്ടാക്കിയ ആളാണോ ഇരിക്കുന്നത്? എനിക്കൊന്നും അറിയാൻ പോലെ രാമാനും പറഞ്ഞോണ്ടിരിക്കണേ. ഇനി നമുക്ക് നമ്മുടെ അമ്മക്കുട്ടീനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം. മോശം നീ പോകുവാണി. അപ്പോൾ ഇനി എൻ്റെ ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഞങ്ങൾ 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ 10ാമത്തെ ദിവസം സ്റ്റീമും ബാക്കിയുള്ള 3 ദിവസം ഇലക്കിഴിയും 14ാമത്തെ ദിവസം ഞവരക്കിഴിയോടുകൂടിയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് തീരുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് 9ാമത്തെ ദിവസമാണ്. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നല്ലൊരു ഹെഡ് മസാജിലാണ്. അത് കഴിഞ്ഞ് ഫേസ് മസാജ്, പിന്നെ ഫേസ് പാക്ക്. അതും കഴിഞ്ഞ് നമ്മളെ കിടത്തി ബോഡി മുഴുവൻ ഓയിലിട്ട് നല്ല മസാജാണ്. അതും കഴിഞ്ഞ് ബോഡി പാക്കും ഇട്ട് നേരെ വേദ് പിടിക്കും. വേദ് പിടിയും കഴിഞ്ഞ് നല്ലൊരു കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുന്തിരിക്കം കൊണ്ട് നമ്മുടെ മുടി അങ്ങ് പുകച്ചു തരും കേട്ടോ. പിന്നെ ധൂമം പിടിക്കും. ധൂമം പിടിക്കലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഫക്കെട്ട്, അതേപോലെ ചുമ, അതിനൊക്കെ നല്ല മാറ്റം വരും സാധനം പിടിച്ചു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് നേരെ രാസ്നാദി നമ്മുടെ നെറുകയിലിടും. പിന്നെ നല്ലൊരു ചുക്ക് കാപ്പി. അങ്ങനെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ റൂമിലേക്ക് പോവുകയാണ്. കാരണം നമ്മുടെ അപ്പുക്കുട്ടൻ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ ഗായ്സ് ഞാൻ പയ്യെ ഇറങ്ങി അവിടെ നിന്ന് ട്രെയിൻ പിടിച്ച് നേരെ വീട്ടിലോട്ട്. അടുത്തൊരു 10 ദിവസം കൂടി കഴിയുമ്പോൾ തിരിച്ചു വരും അമ്മൂസിനെയും കുഞ്ഞാവനെയൊക്കെ കൊണ്ടുപോകാനായിട്ട് കേട്ടോ. അപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ട് കാണാം ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ അമ്മുക്കുട്ടി ഉള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിളിക്കാതെ സുമാണി എന്തെടുക്കൂടാ നീ? സുമാണി ഉറങ്ങുവാണോ? കള്ളക്കണ്ണത്ത് ഈ കണ്ണ് തുറന്നു പിടിച്ച് ഒറ്റക്കണ്ണ് വെച്ച് ഇങ്ങനെ നോക്കണ. ഇത്ര നാള് കാണാതിട്ട് അച്ഛൻ വന്നിട്ട് ഇങ്ങനെയാണോ നീ കാണിക്കുന്നേ? എങ്ങനെയാണോ കാണിക്കുന്നേ? പിടിച്ചേ എടുക്കട്ടെ സുമാണിനെ. ചുട്ടു ചുട്ടാപ്പി സന്തോഷം സന്തോഷം. ഞങ്ങള് വീട്ടിലോട്ട് പോവാണ്. പറഞ്ഞേ നമ്മള് വീട്ടിലോട്ട് പോവാണ് ഗായ്സ്. അയ്യോ ഞാൻ മൂർഖനാണല്ലോ ഞാൻ തോട്ടിയത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ദിവസം? നല്ലതായിരുന്നു. നമ്മള് സമയമായപ്പോ നമ്മള് റെഡിയാകാൻ പോവാ. ഇന്ന് ഞങ്ങളെ ട്രീറ്റ്മെന്റ് ഇന്നത്തെ കൊണ്ട് ഇവിടുത്തെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ എല്ലാവരുടെയും പരാതിയായിരുന്നു അമ്മുക്കുട്ടിക്ക് റെസ്റ്റ് കൊടുക്കുന്നില്ല എന്നുള്ളത്. ആ റെസ്റ്റ് ആയിരുന്നു ഇത്ര നാള് എന്റെ ഒഴിച്ചിലും പിഴിച്ചിലും പുഴുങ്ങിയെടുക്കലും ഒക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ആ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ
അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ എന്താ നമുക്ക് ഇവിടെ ഡോക്ടർമാരൊക്കെ ഒന്ന് കാണണ്ടേ. അതെ, അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ എല്ലാവർക്കും ഒന്ന് കൊടുക്കണം. അതെ, നമ്മളിപ്പോ ഇറങ്ങാൻ പോവാണ്. അപ്പൊ റെഡി ആയിട്ട് കാണാം. അതെ. അപ്പൊ ഇതാണ് നമ്മുടെ പാലായിലെ മാലാഖമാര്. അമ്മൂസ് എവിടെയുണ്ട്? 14 ദിവസം പോയതേ അറിഞ്ഞില്ല. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം നമ്മളെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് തൃപ്പൂണിത്തുറ സെന്ററിൽ വരുമ്പോൾ അങ്ങോട്ടേക്ക് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോ അതിനെ കുറിച്ചാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് പറ്റിയൊരു സ്പോട്ടാണ്. നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ അവർ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ സീറ്റ്സ് കൊടുക്കൽ സെറമണി. അപ്പോൾ ഇപ്പോഴാണ് എൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എനിക്ക് ചെയ്തു തന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഇറങ്ങുവാണ് അല്ലേ? അതെ, അത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, ടാറ്റാ, ബൈ.